കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കേണ്ട ഈ ആവശ്യതയെക്കുറിച്ച് കർത്താവായ യേശു ക്രിസ്തു പഠിപ്പിക്കുന്ന ഒരു ഭാഗമായത്. പറയുന്നു, ഇന്ന് വരെ നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒന്നും അപേക്ഷിച്ചിട്ടില്ല. അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകും വണ്ണം നിങ്ങൾക്കത് ലഭിക്കും. ഒരു വാക്യം കൂടെ വായിച്ചാടി. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിലെ 11-ാമത്തെ വാക്യം. എൻ്റെ സന്തോഷം നിങ്ങളിരിപ്പാൻ, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാൻ. അപ്പൊ പൂർണ്ണതയുള്ള സന്തോഷം വേണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം സംഭവിക്കണം. യേശുവിന്റെ സന്തോഷം എന്നിൽ വാഴണം. ആ പെർഫെക്റ്റ് ജോയ്, ഞാനും എന്നെയും നിങ്ങളെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ആ പൂർണ്ണതയുള്ളതായിരിക്കുന്ന സന്തോഷത്തിലേക്ക് കടന്നു വരുവാനാ. ദൈവത്തിന്റെ വിശുദ്ധ വചനം പഠിപ്പിക്കുന്നത് ഗലാത്യരുടെ 5-ാം അധ്യായം 22. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം. ഈ സന്തോഷം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വൺ ഓഫ് ദി ആ ഒരു ക്യാരക്ടർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ ഒരു സ്വഭാവം. അത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ കടന്നു വരുമ്പോൾ നമ്മിൽ കൂടെ വെളിപ്പെടുന്ന ഒരു സ്വഭാവമാണ് സന്തോഷം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നിങ്ങൾക്കറിയാം, നല്ലൊരു ആരാധന കഴിഞ്ഞ് ചെന്ന് എഴുന്നേൽക്കുമ്പോൾ എന്ത് സന്തോഷമാ! എവിടുന്നാ ഇത് കിട്ടിയത്? എപ്പോഴാ ഇത് കിട്ടിയത്? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ പ്രാപിച്ചുകൊണ്ടിരിക്കുന്നിടത്തോളം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ആ സന്തോഷം ഞാൻ അനുഭവിക്കുക. കർത്താവായ യേശുക്രിസ്തു പറയുന്നൊരു വേർഡ്, നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകണം. എന്താ അതിന് ആവശ്യമായിരിക്കുന്നത്? എൻ്റെ സന്തോഷം നിങ്ങൾ വസിക്കണം.